ഹായ് ഫ്രണ്ട്സ്, ഷെയർ മാർക്കറ്റ് മലയാളത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ഫണ്ടമെൻ്റൽ അനാലിസിൻ്റെ ഒരു ടേം തന്നെയാണ്. വീഡിയോയിൽ കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടി, ഒരു ഗിവ് അവേ കുറിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങൾ ട്രേഡിങ്ങിൽ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ഗിവ് അവേ ആയിരിക്കും അത്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ടേം കറണ്ട് റേഷ്യോ കുറിച്ചാണ്. കറണ്ട് റേഷ്യോ എന്താണെന്നുള്ളത് ചെറിയൊരു കഥയിലൂടെ നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നത് ഒരു ലെമണേഡിൻ്റെ ഷോപ്പാണ്. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും അയാളുടെ മുമ്പിൽ 2 ബോക്സുകൾ വെച്ചിട്ടുണ്ട്. ഒന്നാമത്തെ ഇതിൽ അയാൾ പണമാണ് സൂക്ഷിക്കുന്നത്. രണ്ടാമത്തെ ബോക്സിൽ കൊടുക്കാനുള്ള എമൗണ്ടുകളുടെ ബില്ലുകളാണ് അതിൽ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ ഒന്നാമത്തെ ബോക്സിനെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് പണവും പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുന്ന അസറ്റുകൾ എന്നുള്ള രീതിയിൽ നടുക. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് കിട്ടിയ കാശുകൾ ഉണ്ടാവാം അതിൽ. അതുകൂടാതെ അയാൾക്കിപ്പോൾ കച്ചവടം ചെയ്ത് ഇപ്പോൾ കിട്ടാനുള്ള എമൗണ്ടുകൾ ഉണ്ടാവാം. അതുകൂടാതെ അയാളുടെ മൊത്തത്തിലുള്ള അസറ്റുകൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സെറ്റപ്പിൻ്റെ മൊത്തം അസറ്റുകൾ, അതായത് ആ ഒരു ജ്യൂസ് ഉണ്ടാക്കുന്ന മെഷീന്, മറ്റ് ലെമണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ കാര്യങ്ങളെല്ലാം അതിൽ പെടുത്താം ഒന്നാമത്തെ ബോക്സിൽ. ഇനി രണ്ടാമത്തെ ബോക്സിൽ വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ള കടങ്ങൾ മൊത്തം അതിലാണെന്ന് കരുതാം നമുക്ക് എളുപ്പത്തിന് വേണ്ടി. അതായത് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, അതിൻ്റെ ബില്ലുകൾ ഇപ്പോൾ കൊടുത്തു തീർക്കേണ്ടി വരും. അത് പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ളതാണ്. പിന്നെ റൂമിൻ്റെ റെൻറ്റ് കൊടുക്കാനുണ്ടെങ്കിൽ ആ ഉള്ള കാര്യങ്ങൾ. അതുകൂടാതെ ഒരു വർഷത്തിനുള്ളിൽ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട കടങ്ങളുടെ ബില്ലുകൾ, ഇത് മൊത്തം ഇപ്പോൾ പെട്ടെന്ന് കൊടുത്തു തീർക്കേണ്ട ലയബിലിറ്റീസാണ്. ആദ്യത്തെ ബോക്സ് നമ്മൾ കറൻറ്റ് അസറ്റ്സ് എന്ന് പറയാം, രണ്ടാമത്തെ ബോക്സ് കറൻറ്റ് ലയബിലിറ്റീസ് എന്നറിയാം. ഈ 2 കാര്യങ്ങൾ അറിയാമെങ്കിൽ നമുക്ക് കറൻറ്റ് റേഷ്യോ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത് കറൻറ്റ് അസറ്റ്സിനെ കറൻറ്റ് ലയബിലിറ്റീസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കറൻറ്റ് റേഷ്യോ കിട്ടും. കറൻറ്റ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിമ്പിളാണ്. അതായത് നമുക്കിപ്പോൾ പെട്ടെന്നുള്ള കടങ്ങളെല്ലാം വീട്ടി മുന്നോട്ട് പോകാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോയെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു കണക്കാണ് കറൻറ്റ് റേഷ്യോ തരുന്നത്. പക്ഷെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. കമ്പനി മുന്നോട്ട് എത്രത്തോളം പോകും, അല്ലെങ്കിൽ കമ്പനി ഭാവിയിലേക്ക് നിലനിൽക്കുമോ. ഇതിപ്പോൾ നമ്മൾ ചെറിയൊരു എക്സാമ്പിളാണെന്ന് പറഞ്ഞാൽ അത് കുറച്ച് വലിയ സ്കെയിൽ നോക്കുമ്പോൾ, കമ്പനീൻ്റെ കേസിൽ നോക്കുമ്പോൾ ഭാവിയിൽ കമ്പനിക്ക് മുൻപോട്ട് പോകാനുള്ള പണം ഇപ്പോൾ കമ്പനിയുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ഈ ഒരു റേഷ്യോ നമ്മളെ സഹായിക്കുന്നുണ്ട്. സാധാരണ കേസിലാണെങ്കിൽ ഈ ഒരു റേഷ്യോ 1-ൽ താഴെയാണെങ്കിൽ അല്പം റിസ്ക്കിയാണെന്ന് പറയാം. അതായത് കമ്പനിക്ക് പെട്ടെന്നുള്ള കടങ്ങൾ കൊടുത്തു തീർക്കാനുള്ള പണം കമ്പനിൻ്റെ കയ്യിലില്ല. അപ്പോൾ മറ്റു രീതിയിൽ കമ്പനിക്ക് പണം കണ്ടെത്താൻ കഴിയുമായിരിക്കും. പക്ഷേ എങ്കിലും ആ ഒരു കാര്യം റിസ്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു അളവ് പോലാണിത്. അതേപോലെ 1-ൽ കൂടുതലാണെങ്കിൽ കമ്പനിക്ക് പെട്ടെന്നുള്ള കടങ്ങളും കൊടുത്തിട്ട് ഈ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മളെല്ലാ ഫണ്ടമെൻ്റൽ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അളവ് മാത്രമാണ് ഫണ്ടമെൻ്റൽ അനാലിസിൻ്റെ. ഈ ഒരു കാര്യം നോക്കി മാത്രമല്ല ഒരു കമ്പനിൻ്റെ ഫണ്ടമെൻ്റലി അനലൈസ് ചെയ്യേണ്ടത്. മറ്റു കാര്യങ്ങളും കൂടി, എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് മാത്രമേ ഒരു തീരുമാനം എടുക്കാൻ പാടുള്ളൂ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. അതുവരേക്കും ബൈ. ഇനി ഇതിനിടയിൽ ഒരു ഗിവ് അവേയുടെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു, അത് പറയാം ജസ്റ്റ്. ഇതിന് ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ വീഡിയോയെ കുറിച്ചുള്ള ഒരു കമൻറ്റ് നമ്മുടെ വീഡിയോയിൽ ഇടുക. അത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോക്ക് ഒരു 1000 ലൈക്ക് ആവുന്ന സമയത്ത് നമ്മൾ 5 പേരെ സെലക്ട് ചെയ്യും. 5 പേർക്ക് നമ്മുടെ ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ സ്ട്രാറ്റജീസ് അടങ്ങിയ ഒരു ഈ ബുക്ക് നമ്മൾ സൗജന്യമായിട്ട് നൽകുന്നതാണ്. വെറുതെ ഉള്ള ഈ ബുക്ക് അല്ലാതെ 5 സ്ട്രാറ്റജീസും ടെസ്റ്റഡ് ആണ്. ഞാൻ തന്നെ മുമ്പ് ഉപയോഗിച്ചിരുന്ന ടെസ്റ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ്. ഞാൻ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഓപ്ഷൻ ട്രേഡിങ്ങിലേക്ക് മാറിയതുകൊണ്ട് ഇപ്പോൾ ഇൻട്രാഡേ ട്രേഡിങ് അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് പക്ഷേ എങ്കിലും വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസാണ്. ആ കാര്യം മനസ്സിലാക്കണം. ഈ കാര്യങ്ങൾ വെറും ഒരു ബുക്ക് പോലെ അല്ല അത് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. ജസ്റ്റ് സിംഗിൾ പേജിൽ നമുക്ക് ഓരോ സ്ട്രാറ്റജീസും ഒരു പേജിൽ നമുക്കത് പ്രിൻ്റ് എടുത്ത് നമ്മുടെ ട്രേഡിംഗ് ഡെസ്കിൽ ഒട്ടിച്ചു വെക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട്, നിങ്ങൾക്ക് എല്ലാ ദിവസവും ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങളതൊരു പ്രിൻ്റ് എടുത്ത് അവിടെ ഒട്ടിച്ച് വെച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും, ഒരു ട്രേഡിംഗ് റൂൾസ് പോലെ. അതുകൂടാതെ ഞാൻ കുറച്ച് കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ട്രേഡിംഗ് സക്സസ് ആവാൻ അത്യാവശ്യമുള്ള കാര്യങ്ങൾ. അതുകൂടാതെ ട്രേഡിങ്ങിൽ റിവെഞ്ച് ട്രേഡിംഗ് പോലുള്ള മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ, ഇതെല്ലാം സിംഗിൾ പേജായിട്ട് നമുക്ക് പ്രിൻ്റ് ചെയ്ത് നമ്മുടെ ട്രേഡിംഗ് ഡെസ്കിൽ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. നിങ്ങൾക്കത് ഈസി, നല്ല ഉപകാരപ്രദമായിരിക്കും, നമുക്ക് അത്ര ഉറപ്പാണ്. ഈ ഒരു ബുക്ക് സൗജന്യമായിട്ട് വേണമെന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഈ ഒരു കാര്യം ചെയ്താൽ മതി. ഇത്രയും കാര്യം.